ഹലോ, ഞാനാണ് നിങ്ങൾ സ്വന്തം ജിംസൺ ചിറ്റിലപ്പള്ളി. കുറച്ച് കാലമായില്ലേ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട്. നമുക്കൊരു ട്രിപ്പ് പോയാലോ? വേറെ പിടിക്കാം, മഞ്ഞ് പെയ്യുന്ന മണാലി, കാശ്മീർ, ആ റൂട്ടിലേക്ക്. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവില്ല എന്നുള്ളത് അറിയില്ല. ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത ട്രിപ്പിന് സാധനങ്ങൾ ചെക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെവിട്ടിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ആഡ് ചെയ്യാൻ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു വിൻ്റർ ട്രിപ്പിന് എന്തൊക്കെ സാധനങ്ങൾ മിനിമം ക്യാരി ചെയ്യണം, അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചങ്ങായിമാരെ, ഞാനാണ് ജിംസൺ ചിറ്റിലപ്പള്ളി. എൻ്റെ വീഡിയോ കാണാത്ത അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒന്ന് കുഞ്ഞിതായിട്ട് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ, ആ കാഴ്ചയിലേക്ക് പോയാൽ വായോ. ഏതൊരു യാത്രയ്ക്കും ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ID പ്രൂഫും നമ്മുടെ പെർമിറ്റ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ടിക്കറ്റാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾക്ക് കിടന്നുറങ്ങാൻ വേണ്ട ഒരു കുഞ്ഞു ടെൻറ്റ്, അതും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്ലീപ്പിംഗ് ബാഗാണ്, അതുകൊണ്ടല്ലോ. അപ്പോൾ സെറ്റായി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ്, ID പ്രൂഫ്, ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മാറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പോകുന്നത് വിൻ്റർ ബാക്ക് പാക്ക് ആയതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിൽ കാണിക്കുന്നത് വിൻ്ററിൻ്റെ സാധനങ്ങളാണ്. വിൻ്ററിൻ്റെ ഒരു ടൈപ്പ് ഗ്ലൗസ്, നല്ല കട്ടി കൂടിയ ഉളൻ ടൈപ്പ് ഗ്ലൗസ് വെച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ, അതായത് ടെമ്പറേച്ചർ 0+ ആണെങ്കിൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലൗസും വെച്ചിട്ടുണ്ട്. അതിന് പറ്റിയ ഒരു ലൈനറും വെച്ചിട്ടുണ്ട്. അപ്പം 3 ടൈപ്പ് ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. അതായത് ഹൈക്കിംഗ് ആണോ അതോ നമ്മൾ പോകുന്ന സമയത്ത് എക്സ്ട്രീം വിൻ്റർ ആണോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏതൊക്കെ റൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ആ റൂട്ടൊക്കെ പോകണം എന്നാണ് ആഗ്രഹം. വീഡിയോസ് ചെയ്തില്ലെങ്കിലും യാത്രകൾ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ട്രക്കിങ്ങോ ഹൈക്കിങ്ങോ ഉണ്ടെങ്കിൽ പറ്റിയ ഡൗൺ ജാക്കറ്റും ഹൈക്കിംഗ് ജാക്കറ്റും ഉണ്ട്. ശരിക്ക് വിൻ്റർ ഡ്രസ്സിങ്ങിൻ്റെ ലൈനിങ്, അതായത് എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ തെർമൽ യൂസ് ചെയ്യണം. സെക്കൻഡ് ലെയർ നമ്മൾ മൂന്നാർക്ക് മുമ്പ് യൂസ് ചെയ്യില്ലേ, ഇങ്ങനെ ഹുഡി, കട്ടിയുള്ള ടീഷർട്ട് അല്ലെങ്കിൽ ഫ്ലീസ്, അതാണ് സെക്കൻഡ് ലെയറായിട്ട് യൂസ് ചെയ്യേണ്ടത്. തേർഡ് ലെയറായിട്ട് നമുക്കൊരു ജാക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അങ്ങനെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അത്ര എഫക്റ്റ് ചെയ്യില്ല. പിന്നെ നമുക്ക് തണുപ്പ് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എൻ്റെ 2-3 ടൈപ്പ് ബീനീസാണ്. ഇത് തെർമൽ ബീനി, ഇത് നോർമൽ ബീനി, പിന്നെ നെക്ക് വാമർ, ഹെഡ് വാമർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ, അതായത് നമ്മുടെ നെർവ് എൻഡിങ്സ്, ബാക്കിയുള്ള പോർഷൻസ് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് കാലിന് യൂസ് ചെയ്യാൻ വേണ്ട ഷൂസ്. ഇതെൻ്റെ വിൻ്റർ ഷൂസാണ്. അത്യാവശ്യം -5, -10 ഒക്കെ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ സോക്സ്. പിന്നെ സോക്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വുളൻ സോക്സ് കിട്ടും. പിന്നെ നമ്മൾ വിൻ്ററിൽ പോകുമ്പോൾ നമുക്ക് സ്നോഫോൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ആഗ്രഹമല്ല ഇങ്ങനെ മഞ്ഞിൽ പോയി ഇങ്ങനെ കുളിക്കണം, ആഘോഷിക്കണം, അർമാദിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനിങ്ങനെയുള്ള റെയിൻ ഗിയറുകൾ എപ്പോഴും ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ വിൻ്ററിൻ്റെ സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നോർമലി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തണ്ടേ, അങ്ങോട്ട് നമുക്ക് എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നിന്ന് അവിടെ എത്തുന്നവരെ ടെമ്പറേച്ചർ അത്ര ഡൗൺ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലിടുന്ന കോട്ടൺ ടീഷർട്ട്, അതിൻ്റെ ട്രക്കിംഗ് ഷോർട്സ്, അതിൻ്റെ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വേറെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇത്രയും പ്രശ്നം കേട്ടോ. ബാക്കിയുള്ളിടത്ത് മാസ്കും സാനിറ്റൈസറൊന്നും ഇല്ല. ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവങ്ങൾ. അതേപോലെ ഒരു നോർമൽ സ്ലിപ്പർ, നമ്മൾ ആരും മുന്നിലൊന്നും കാണിക്കാനൊന്നല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നതല്ലേ, നമുക്കൊരു ചെറിയൊരു വള്ളി ചെരുപ്പിട്ട് പോവാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലൊരു ട്രക്കിംഗ് ബാഗ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം എൻ്റെ ഇത് ട്രക്ക് 100 എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, വേണ്ട ഈസി മെത്തേഡുള്ള ഒരു ടൈപ്പ് ബാഗാണ്. ട്രക്കിംഗ് ബാഗ് എപ്പോഴും നല്ലത് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്രോപ്പറായിട്ടൊരു സ്റ്റിക്ക്, കോമ്പസ്, ഈ ഒരു സംഭവങ്ങൾ ഏറ്റവും ബേസിക്കാണ്. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, എപ്പോഴും വെള്ളം, സഫീഷ്യൻ്റ് ആയിട്ട് വെള്ളം എപ്പോഴും നമ്മൾ ക്യാരി ചെയ്തിരിക്കണം. അതിന് ബോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു ബോട്ടിൽ ഞാൻ വയ്ക്കും. പിന്നെ ഒരു ടോർച്ച്, നമുക്ക് എപ്പോഴും ഫോണിൻ്റെ ടോർച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനമാണ് ഇതുപോലത്തെ ഒരു ടോർച്ച്. ഇത് 3 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എമർജൻസി ആണെങ്കിലും നോർമൽ ലൈറ്റ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന, വളരെ കുറച്ച് സമയം കൊണ്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു ടോർച്ചാണ്. പിന്നെ ഉറങ്ങാൻ വേണ്ട സംഭവങ്ങൾ, ഓഡോമോസ്, നമ്മുടെ ഐ കവർ. പിന്നെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ 2 പേഴ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്തായാലും ഒരു പേഴ്സ് പിക്ക് പോക്കറ്റിങ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയാലും നമുക്കൊന്ന് പിടിച്ച് നിൽക്കണ്ടേ. ഇതാണ് എൻ്റെ ബേസിക് ബാക്ക് പാക്ക് വരുന്നത്. ഇനിയൊരു ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചങ്ങായിമാരെ പാക്ക് ചെയ്യാൻ റെഡി ആയില്ലേ, നമ്മുടെ ID പ്രൂഫ്, ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, ഫസ്റ്റ് ബേസിക് കാര്യങ്ങൾ വേണ്ടത്. പിന്നെ ബാക്ക് പാക്കാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സംഭവമാണ് ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, അതുപോലെ നമുക്ക് ഹാമോക്ക്, അതുപോലെ നമ്മുടെ സ്ലീപ്പിംഗ് പാഡൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, മാറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം.
പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് നാവിഗേഷൻ ടൂൾസ്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ബാഗിൽ ഈ നാവിഗേഷൻ ടൂൾസ് ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡിൽ ഇത് കണ്ടോ, അതിലൊരു വിസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പേഴ്സണൽ ഹൈജീൻ കിറ്റ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. പിന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളാണ് നമ്മുടെ കുക്കിംഗ് വെയർ അല്ലെങ്കിൽ കുക്കിംഗ് സംഭവങ്ങൾ. ഇപ്പോൾ ചെറിയ കെറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ബാക്ക് പാക്കിങ്ങിൻ്റെ ഡ്രസ്സുകൾ. നമുക്ക് ഏത് ടൈപ്പ് ഡ്രസ്സാണോ കംഫർട്ട്, ആ ഒരു വെതറിന് നമ്മൾ പോകുന്ന സ്ഥലത്തെ വെതറിന് ഏത് ടൈപ്പാണോ കംഫർട്ട്, അതിന് പറ്റിയ ടൈപ്പിലുള്ള ഡ്രസ്സുകൾ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ കുട്ടി കുട്ടി സ്നാക്സുകൾ, വെള്ളം കുടിക്കാനുള്ള ബോട്ടിലുകൾ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും. പിന്നെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞു, എൻ്റെ ബാഗിൻ്റെ ഈ ഷെൽഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സൈഡിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റും, ഒരു സൈഡിൽ നമ്മുടെ നൈഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം നമുക്ക് സേഫ്റ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ, അതായത് പവർ ബാങ്ക്, ചാർജർ, സ്പീക്കർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ട സംഭവങ്ങൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് സാധനങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വുമൺസ് ആണെങ്കിൽ മറ്റേ പെപ്പർ സ്പ്രേയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പോകുന്നത് വിൻ്റർ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് തെർമൽ, മിഡ് ലെയർ, അതായത് ഫ്ലീസ്, തേർഡ് ലെയർ, ജാക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സർ കുറച്ചധികം നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ എടുത്ത് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ബേസിക് ഹൈജീനും എപ്പോഴും യാത്രയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ റെയിൻ ഗിയർ, ഞാൻ കാണിച്ചതല്ലേ, ഒരു പോഞ്ചോ എടുത്തിട്ടുണ്ട്. പിന്നെ ആ പോഞ്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഗ് ഇട്ടിട്ട് ഈസി ആയിട്ട് ട്രക്ക് ചെയ്യാനും ഹൈക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ റെയിൻ ഗിയറിൽ ഞാൻ പറഞ്ഞു ബീനീസ്, ഗ്ലൗസ്, ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഫുഡ് വെയർ, ഇത് വിൻ്ററിന് വേണ്ടിയിട്ടുള്ള ട്രക്കിംഗ് ഹൈക്കിംഗ് ഷൂസാണ്. പിന്നെ നോർമൽ ഒരു സ്ലിപ്പറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. പിന്നെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ്, അതായത് നമ്മുടെ ഹെഡ് ലാമ്പ് എടുക്കണമെങ്കിൽ എടുക്കാം. ട്രക്കിംഗ് പോള് ഞാൻ കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക്. ട്രക്കിംഗ് പോള് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ എന്തായാലും കയ്യിൽ വെക്കേണ്ട ഒരു സംഭവമാണ് തോർത്ത്. ബാക്കിയുള്ളവരുടെ അതായത് ഫ്രണ്ട്സിൻ്റെ തോർത്ത് യൂസ് ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബെൽറ്റ് ഏതാണ് കംഫർട്ടബിൾ, ഇതെൻ്റെ ഹൈക്കിങ്ങിൻ്റെ ബെൽറ്റാണ് കേട്ടോ. കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ മടങ്ങുന്ന ഒരു ടൈപ്പ് ഒരു ബെൽറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ബെൽറ്റുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം, അതായത് ഇപ്പോൾ ഞാൻ അതിലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കണ്ടില്ല, ആ ഗ്ലാസ് എന്ന് വെച്ചാൽ പോളറൈസ്ഡ് ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ലിപ് ബാം, സൺസ്ക്രീന്, ക്യാപ്പുകൾ. ഇപ്പം നമ്മൾ ക്യാപ്പുകൾ എടുത്തിരിക്കുന്നത് വിൻ്റർ ആയിട്ട് ഇങ്ങനത്തെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്പുകൾ, ടോയ്ലറ്റ് പേപ്പറുകൾ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഹാൻഡ് സാനിറ്റൈസറും മാസ്കും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തന്നായിരുന്നില്ലേ. പിന്നെ ലോക്ക് നമുക്ക് എപ്പോഴും എല്ലായിടത്തും മേടിക്കാനോ ബാക്കി സമയത്തൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോക്ക് ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോൺ കാര്യങ്ങളൊക്കെ സേഫായിട്ട് ക്യാരി ചെയ്യാം. കാരണം നമ്മൾ വിൻ്ററിലും റെയിനിലല്ല പോകുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 പേഴ്സ് എടുത്ത് വേറെ നല്ല പിക്ക് പോക്കറ്റിങ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ആ പേഴ്സിലൊക്കെ ക്യാഷ് ആയിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പോകുന്ന എല്ലാ സ്ഥലത്തും ATM കാർഡുകളോ അല്ലെങ്കിൽ ATM കൗണ്ടറുകളോ വർക്കിംഗ് ആയി എന്ന് വരില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടറിഞ്ഞ് നല്ല ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് ആക്സസറീസൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ സെറ്റ് ആവുക, യാത്ര ചെയ്യുക. ചെങ്ങായിമാരെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ ക്യാരി ചെയ്തിരിക്കുന്നത്. ഇത് ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെങ്ങായിമാർക്കൊക്കെ അയച്ചു കൊടുക്കുക അടുത്ത വിൻ്റർ ട്രിപ്പിന്. ഇതിൽ ആവശ്യം അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ സാധനങ്ങൾ അവരെടുത്തിട്ട് യാത്ര പോക്കോട്ടെ, നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ട്രെയിൻ കയറുന്നത്. ഈ സാധനങ്ങളൊക്കെ ഇനിയും ബാഗിലാക്കിയിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ പഴയ കുറേ വീഡിയോസ് ബാക്കിയുണ്ട്. അതായത് നമ്മുടെ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു റിസോർട്ടിൻ്റെയൊക്കെ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും നമുക്ക് പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ റൈഡിങ് റൂട്ടുകൾ നമ്മൾ ഓൾറെഡി ഇട്ടില്ലേ മന്നൂരൊക്കെ. അപ്പോൾ ഇനി അതുപോലത്തെ കുറേ കുട്ടി കുട്ടി വീഡിയോസ്, അതായത് എല്ലാ റൈഡേഴ്സിനും ട്രാവലേഴ്സിനും എല്ലാ ടൈപ്പ് ട്രാവലേഴ്സിനും, ഇപ്പോൾ ബൈക്ക് ഓടിച്ച് പോകുന്നവരാണെങ്കിലും കാർ ഓടിച്ച് പോകുന്നവരാണെങ്കിലും ലോങ് റൂട്ടാണെങ്കിലും കുറേ വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പതിയെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും